നമസ്കാരം കേട്ടോ. ഇന്നലെ അതായത് 23 തീയതി ഏപ്രിൽ 2025 പുതിയ പാത്വേ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആപ്രയുടെ വെബ്സൈറ്റിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പം ആ വഴിക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പാത്വേ IQRN പാത്വേ 2 അതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ടാൽ നമ്മൾ അതിനുള്ള സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യം ആദ്യം അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മെയ് 31 തീയതി ആപ്ര രജിസ്ട്രേഷൻ എല്ലാ നേഴ്സുമാരുടെയും ഓസ്ട്രേലിയ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നഴ്സുമാരുടെയും രജിസ്ട്രേഷൻ പുതുക്കേണ്ട ദിവസമാണ് മെയ് 31 മുമ്പ്. ആപ്ര കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അവരുടെ പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പുതിയ പാത്വേയുടെ സംബന്ധിച്ചും അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആപ്ര പുതിയ പോർട്ടൽ ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പോർട്ടലിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറും ഫോണും അടുത്തടുത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ പോർട്ടലിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ ചെയ്യണം. അപ്പം മൈക്രോസോഫ്റ്റ് ഓതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന ഓതൻറ്റിക്കേറ്ററാണ് കോമൺ ആയിട്ട് എല്ലാവരും ആ ഓതൻറ്റിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 1-2 പേര് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിരുന്നു, അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല, അത് എററായി പോവാണെന്ന് പറഞ്ഞിട്ട്. എറർ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്രയിൽ ഉപയോഗിക്കുന്ന ഏത് ഇമെയിൽ അഡ്രസ്സ് ആണോ അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓതൻറ്റിക്കേറ്ററും ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പം ഓതൻറ്റിക്കേറ്ററിനകത്ത് ചിലപ്പം നമ്മുടെ ഫോണിലിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് വേറൊന്നും ആപ്രയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് വേറൊന്നും ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓതൻറ്റിക്കേറ്റർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആപ്രയിൽ ഏതാണോ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഓതൻറ്റിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. എന്നാലേ ഉള്ളൂ അത് വർക്ക് ചെയ്യുള്ളൂ. അത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കും ഉള്ള രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നവർക്കും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിന്യൂ ചെയ്യാൻ പോയാൽ അവരോട് ഈ ഓതൻറ്റിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അവർ പറയുകയും അതിന് പ്രകാരം മാത്രമേ ഉള്ളൂ നമുക്കിന് മുന്നോട്ട് പോയി റിന്യൂവലാണെങ്കിലും സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ടുള്ള അവർ തന്നെ ആപ്രയുടെ തന്നെ വെബ്സൈറ്റിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കൊരു വീഡിയോ രൂപത്തിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് വളരെ സ്ലോ ആയിട്ട് കാണുക. കണ്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. കൃത്യമായിട്ട് വായിച്ച് നോക്കാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിന്യൂവൽ ചെയ്യാനാണെങ്കിലും രജിസ്ട്രേഷൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും ആപ്രയിൽ അക്കൗണ്ട് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഇതേ രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് അതിന് പ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് എറർ ഒന്നുമില്ലാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പുതിയ പാത്വേ വഴിയോ പഴയ പാത്വേ വഴിയോ അതുപോലെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷനോ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം. ഇമെയിൽ അഡ്രസ്സ് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ എനി ടൈം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.